ജാമ്യാപേക്ഷ തള്ളി നടൻ സിദ്ദിഖ് ഒളിവിൽ. ബലാത്സംഗ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചില്ല. സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ കേരള ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് സിദ്ദിഖ് ഒളിവിൽ പോയി. നടൻ സിദ്ദിഖ് ഒളിവിലായി. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. മുൻകൂർ ജാമ്യം തള്ളിയതിന്റെ പിന്നാലെയാണ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയത്. ഇന്നലെ വരെ പടമുകളിലുള്ള തന്റെ സ്വന്തം വീട്ടിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു. അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് മാറി നിൽക്കുന്നത്. കവിയൂർ പൊന്നമ്മയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് സിദ്ദിഖ് കൊച്ചിയിലെത്തിയത്. ശേഷം പടമുകളിലുള്ള തന്റെ സ്വന്തം വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു. ഇന്നലെ രാത്രിയിലും സിദ്ദിഖ് അവിടെ ഉണ്ടായി. ഇന്ന് രാവിലെയും സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് സിദ്ദിഖ് മുങ്ങിയത്. സിദ്ദിഖിന്റെ 2 ഫോൺ നമ്പറുകളും സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. വീട്ടിൽ നിന്നും സിദ്ദിഖ് പുറത്തു പോയിട്ടുണ്ട്. ഗേറ്റ് പുറത്തു നിന്നും പൂട്ടിയിട്ടുമുണ്ട്. ഏതായാലും സിദ്ദിഖ് ഒളിവിൽ പോയി. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം ഒളിവിൽ പോയത്. SITയുടെ നീക്കങ്ങൾ മനസ്സിലാക്കി വിധി പകർപ്പ് ലഭിക്കുന്നതനുസരിച്ചായിരിക്കും സിദ്ദിഖിന്റെ അഭിഭാഷകൻ മറ്റ് നടപടിയിലേക്ക് കടക്കുക. അറസ്റ്റ് ഒഴിവാക്കാനുള്ളതിന്റെ ഭാഗമായി സിദ്ദിഖ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഒളിവിൽ പോയിരിക്കുകയാണ്. ജാമ്യാപേക്ഷ കോടതി തള്ളി. SITയുടെ പുതിയ നീക്കങ്ങൾ സിദ്ദിഖിന് തിരിച്ചടിയാകും. എന്തെങ്കിലും കാരണവശാൽ ജാമ്യം തള്ളിയാൽ അത് ആരായാലും അറസ്റ്റിലേക്ക് കടക്കും എന്ന് SIT വ്യക്തമാക്കിയിരുന്നു. അറസ്റ്റുമായി മുന്നോട്ട് പോകാനാണ് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്. സിദ്ദിഖിന്റെ മുന്നിലുള്ള ഏക പോംവഴി അപ്പീൽ നൽകുക എന്നുള്ളതാണ്. കോടതിയുടെ പരിഗണനയിൽ കേസിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി തൽക്കാലം അറസ്റ്റ് നിർത്തി ഒഴിവാക്കിയെടുക്കുക എന്നതാണ് സിദ്ദിഖിന്റെ മുന്നിലുള്ള ഏക പോംവഴി. മസ്കറ്റ് ഹോട്ടൽ വെച്ച് യുവനടിയെ സിദ്ദിഖ് ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പരാതി അന്വേഷിച്ച പോലീസ് സംഘത്തിന് ഈ നടിയും സിദ്ദിഖും ഒരേ ദിവസം ഒരേ സമയം ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നതിന് ഉള്ള തെളിവ് ലഭിച്ചു. പിന്നാലെ ഈ യുവനടി ആശുപത്രിയിൽ അഡ്മിറ്റായ രേഖകളും പോലീസിന് ലഭിച്ചു. ഇതാണ് സിദ്ദിഖിന് തിരിച്ചടിയായിട്ടുള്ളത്. പ്രോസിക്യൂഷൻ ഈ കാര്യം കോടതിയെ അറിയിച്ചു. അത് സിദ്ദിഖിന് കനത്ത തിരിച്ചടിയായി. വർഷങ്ങൾക്ക് മുമ്പ് യുവതി ഉന്നയിച്ച ആരോപണങ്ങളിൽ പരാതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സിദ്ദിഖിന്റെ ആക്ഷേപം. തന്നെ അപമാനിക്കുക എന്നുള്ളതാണ് ഈ നടിയുടെ ലക്ഷ്യം എന്ന് സിദ്ദിഖ് ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ശക്തമായ തെളിവുകളും സാക്ഷികളും നടൻ സിദ്ദിഖിന് എതിരായി. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചുവരുത്തി പീഡിപ്പിച്ചെന്ന പരാതിക്കാരുടെ മൊഴി ശരിവെക്കുകയും തെളിവുകൾ അന്വേഷിച്ച അന്വേഷണ സംഘത്തിന് ലഭിച്ചു. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചുവരുത്തി പീഡിപ്പിച്ചെന്ന പരാതിക്കാരുടെ മൊഴി ശരിവെക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഹൈക്കോടതി ഇത് പരിശോധിച്ചു. അതിനു പിന്നാലെയാണ് സിദ്ദിഖ് ഒളിവിൽ പോയത്. മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ പെൺവാണിഭ സംഘങ്ങളുടെയും മയക്കുമരുന്ന് മാഫിയകളുടെയും കേന്ദ്രമായി മാറി. സിനിമയിൽ അവസരം ലഭിക്കണമെങ്കിൽ ആണായാലും പെണ്ണായാലും തുണിയഴിക്കേണ്ട ഗതികേടായി. ഇത് പണ്ട് മുതലേ രഹസ്യമായിട്ടുള്ള സംഭവമാണെങ്കിലും ഇതെല്ലാം ഇപ്പോൾ പരസ്യമായി. AMMയുടെ സെക്രട്ടറിയായിരുന്ന സിദ്ദിഖ് പ്രസ് മീറ്റിൽ ഉന്നയിച്ചത് ഇരകൾക്കൊപ്പം നിൽക്കുമെന്നാണ്. പക്ഷേ സിദ്ദിഖ് ഒരു വലിയ ഇരയെ വിഴുങ്ങി എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സിദ്ദിഖിനെതിരെ വിമർശനം ഉന്നയിച്ച നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതും തന്നെ സെക്സ് ചെയ്യില്ല കാലിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞതും ചോറ് തിന്നുമ്പോൾ ദ്വയാർത്ഥത്തിൽ കാര്യങ്ങൾ ബോധിപ്പിച്ചതും സെന്റിമെന്റ്സിലൂടെ വശത്താക്കാൻ ശ്രമിച്ച AMMയിലെ വില്ലനായ പവർ ഗ്രൂപ്പിലെ ഒരു അംഗത്തിന്റെ സ്വഭാവത്തെ പച്ചയായി പുറം ലോകത്തെ അറിയിച്ചപ്പോൾ സിനിമാ ലോകം ഞെട്ടലോടെ കേട്ട അമ്മയുടെ സെക്രട്ടറിയുടെ പരിശുദ്ധത ഇവിടെ വലിച്ചു കീറപ്പെട്ടപ്പോൾ തകർന്നടിഞ്ഞത് ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു.